സ്തോത്രം. വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവവചനം പഠിക്കുവാനായി കടന്നു വരുവാൻ കർത്താവ് നൽകിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. സന്നിധരായ എല്ലാവർക്കും ഈശ്വരത്താവിന്റെ സുലഭമായ നാമത്തിൽ സന്ധ്യാനന്ദം അറിയിക്കുന്നു. നമ്മൾ റോമാലേഖനത്തിലെ 8-ാമത്തെ അധ്യായത്തിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ 7-ാം അധ്യായത്തിൽ നിന്ന് ധ്യാനിക്കുകയുണ്ടായി. 6-7 അധ്യായങ്ങൾ നീതീകരണത്തിന്റെ സംരക്ഷണം. നീതി, കൃപയാൽ പ്രാപിച്ച നീതി സംരക്ഷിക്കപ്പെടുന്നത് കൃപയാൽ തന്നെയാണ്. അതിനുള്ള ദൈവം സംവിധാനം ആ കൃപയാൽ തന്നെയാണ് ദൈവം അതിനെ സംരക്ഷിക്കുന്നത്. അത് സംരക്ഷിക്കപ്പെടുന്നത് നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യത്തിലൂടെയാണ്. 6-ാം അധ്യായത്തിൽ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, 7-ാം അധ്യായത്തിൽ ന്യായപ്രമാണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, 8-ാം അധ്യായത്തിൽ ശരീരത്തിൽ അല്ലെങ്കിൽ ജഡത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. ഈ 8-ാം അധ്യായം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്കറിയാം, ഇതിന് ഒരു വിഭജനം കൂടെ ഉണ്ട്. നമ്മൾ ആദ്യം ചിന്തിച്ച 3-ാം അധ്യായത്തിന്റെ 21 മുതൽ 5-ന്റെ 21 വരെയുള്ള ഭാഗമാണ് നീതീകരണത്തിനായുള്ള ദൈവിക കരുതൽ. നീതീകരണം, വിശ്വാസത്താലുള്ള നീതീകരണത്തിന് മെയിൻ പോർഷൻ അവിടെയാണ്. അപ്പൊ അതിനെ നമുക്ക് നീതീകരണം എന്ന് വേണമെങ്കിൽ ആ പോർഷനെ പറയും. 6 മുതൽ 8 വരെയുള്ള 6-7 അധ്യായങ്ങൾ വിശുദ്ധീകരണം. 6-7 അധ്യായങ്ങൾ വിശുദ്ധീകരണം. 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 8-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങൾ ഒഴിച്ച് നിർത്തിയാൽ തേജസ്കരണത്തെ കുറിച്ചാണ്. അപ്പൊ നീതീകരണം പ്രാപിച്ചവർക്ക് എന്തുണ്ട്? വിശുദ്ധീകരണവും തേജസ്കരണവും ഉണ്ട്. അത് സുനിശ്ചിതമാണ് എന്നതാണ് ഈ 6-7 അധ്യായങ്ങളിലൂടെ വെളിപ്പെടുത്തുന്നത്. 6-7-8 അധ്യായങ്ങളിലൂടെ വെളിപ്പെടുത്തുന്നത് 3-4-5 അധ്യായങ്ങളിൽ പറഞ്ഞ കൃപയാൽ വിശ്വാസത്താൽ ലഭിച്ച നീതീകരണം പ്രാപിച്ചവർ, കൃപയാൽ വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ചവരുടെ വിശുദ്ധീകരണവും തേജസ്കരണവും ഉറപ്പുള്ളതാണ്, സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് 6-7 അധ്യായങ്ങൾ വിശദീകരിക്കുന്നത്. നമുക്ക് 8-ാം അധ്യായത്തിലേക്ക് വരാം. 8-ാം അധ്യായം ജഡത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. 7-ാം അധ്യായത്തിൽ കഴിഞ്ഞ സംബന്ധിച്ചു 7-ാം അധ്യായത്തിൽ പറഞ്ഞു വന്നതിന്റെ തുടർച്ചയായിട്ടാണ് 8-ാം അധ്യായം തുടരുന്നത്. കാരണം 8-ന്റെ 2 പറയുന്നത് എന്താണ്? ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശു മുഖാന്തരം സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അപ്പോ സെന്റൻസ് അല്ലെങ്കിൽ ആ വാക്യത്തിന്റെ തുടക്കത്തിൽ പറയുന്ന ഏതാണ്? പാപത്തിന്റെയും ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എന്തിൽ നിന്നാണ് സ്വാതന്ത്ര്യം വരുത്തിയത്? പാപത്തിന്റെയും മരണത്തിന്റെയും. അത് എവിടെയാണ് വ്യാപിച്ചത്? 7-ാം അധ്യായപ്രകാരം എവിടെയാണ് വ്യാപിച്ചത്? ഈ പാപവും മരണവും എവിടെയാണ്? ജഡത്തിൽ. അത് വെളിപ്പെടുത്തിയതാണ് ന്യായപ്രമാണം. എന്റെ ജഡത്തിൽ എന്നിൽ എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ ഏറ്റുകേൾക്കുന്നുണ്ട്. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. എങ്കിലും എന്റെ അവയവങ്ങളിൽ പോരാടുന്ന മറ്റൊരു പ്രമാണത്തിന് എന്നെ, പാപത്തിന്റെ പ്രമാണത്തിന് എന്നെ അത് കീഴ്പ്പെടുത്തി കളയുന്നു. എന്നിൽ എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല. അപ്പൊ അത് ഞാൻ പാപിയാണെന്നും ഞാൻ തെറ്റുകാരനാണെന്നും ഞാൻ ശിക്ഷയ്ക്ക് അർഹനാണെന്നും ആര് പറഞ്ഞു? ആര് വെളിപ്പെടുത്തി? ന്യായപ്രമാണം വെളിപ്പെടുത്തി. എന്നിൽ ഞാൻ ഒരു കുഴപ്പക്കാരനാണെന്ന് വെളിപ്പെടുത്തി തന്ന ആരാണ്? ന്യായപ്രമാണം. ന്യായപ്രമാണം കഴിഞ്ഞ നമ്മൾ ചിന്തിച്ചു. ന്യായപ്രമാണം നല്ലതാണ്, ന്യായപ്രമാണം വിശുദ്ധമാണ്, ന്യായപ്രമാണം ആത്മീയമാണ്, ന്യായപ്രമാണം നീതിയുക്തമാണ്. പക്ഷെ ന്യായപ്രമാണത്തിന് എന്നെ നല്ലതാക്കാനോ വിശുദ്ധനാക്കാനോ ആത്മീയനാക്കാനോ സാധിക്കില്ല. എന്നെ നീതീകരിക്കാനായിട്ട് ന്യായപ്രമാണം. പക്ഷെ ന്യായപ്രമാണം എന്നെ എന്ത് ചെയ്തു? കുറ്റം വിധിച്ചു. ശരിയാ, ഞാൻ കുറ്റക്കാരനാണ്. അവിടെയാണ് ആ നിലവിളി മനുഷ്യവർഗത്തിൽ. അവിടെ ഞാൻ എന്ന് 7-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ആരല്ല? പൗലോസല്ല, പിന്നെ ആരാണ്? മനുഷ്യവർഗത്തെ മുഴുവനായിട്ട്, പ്രത്യേകിച്ച് ആദം മുതൽ ക്രിസ്തു വരെയുള്ള മനുഷ്യവർഗത്തിന്റെ അല്ല, പാപത്തിനും മരണത്തിനും അധീനനായ മനുഷ്യന്റെ നിലവിളിയാണ്. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് ആരെന്നെ വിടുവിക്കും? അപ്പൊ ആ പാപത്തിന്റെ ശിക്ഷയാവുന്ന മരണത്തിന്റെയും, പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും എനിക്ക് സ്വാതന്ത്ര്യം നൽകും. അതാണ് 1-ാം വാക്യം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. ആ വാക്യം ഒന്നുകൂടെ ഒന്ന് പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞതാ, ഒന്നുകൂടെ പറയട്ടെ. രക്ഷിക്കപ്പെട്ടവർക്ക്, ക്രിസ്തുവിലായി തീർന്നവർക്ക് എന്തില്ല? ശിക്ഷാവിധി ഇല്ല. അത് യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവ് പറയുമ്പോൾ
പുത്രനിൽ വിശ്വസിക്കാത്തവന് ന്യായവിധി വന്നു കഴിഞ്ഞു, ശിക്ഷ വിധിക്കപ്പെട്ടു. ശിക്ഷാവിധി എന്ന് പറയുന്നത് ഇനി നമ്മൾ സാധാരണ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മനസ്സിലാക്കിയ ഒരു ചിന്ത പണ്ടങ്ങനെയായിരുന്നു. എനിക്കും എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് ജീവന പുസ്തകമൊക്കെ തുറന്നു നോക്കി, നീ ഇങ്ങോട്ട് മാറിയിട്ട് സത്യത്തിൽ അങ്ങനെയല്ല. നമുക്കറിയാം, രക്ഷിക്കപ്പെട്ട് നമ്മൾ ഇനി കർത്താവ് വരുമ്പോൾ കർത്താവിനോട് കൂടെ എന്ത് ചെയ്യും? എടുക്കപ്പെടും. അപ്പൊ അവിടെ ആ വിധി ദൈവമക്കൾക്ക് എന്തുണ്ട്? ന്യായവിധി ഉണ്ട്. എന്തില്ല? ശിക്ഷാവിധി ഇല്ല. അത് കർത്താവ് പറഞ്ഞല്ലോ, യോഹന്നാൻ 5 അവൻ ന്യായവിധി വിട്ട് ജീവനിൽ കടന്നിരിക്കും. 24 എന്റെ വചനം കേട്ട് എന്നെ അന്യം വിശ്വസിക്കുന്ന നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ജീവനിലേക്ക് എന്തിരിക്കും? നമ്മൾ രക്ഷിക്കപ്പെട്ട ഈ രക്ഷയുടെ ഭദ്രതയെ കുറിച്ച് വ്യക്തമായിട്ട് സുവിശേഷങ്ങൾ അടക്കം നമുക്ക് കാണാനായിട്ട് കഴിയും. അതാണ് ഈ 8-1 വാക്യം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് എന്തില്ല? ശിക്ഷാവിധി. ശിക്ഷയില്ലെന്നല്ല, ദണ്ഡയ്ക്ക് ആജ്ഞാനയും ശിക്ഷയില്ലെന്നല്ല, പിന്നെ ശിക്ഷാവിധിയില്ല. അവിടെ ഒരു വിചാരണ കോടതിയിൽ പോകേണ്ട ആവശ്യമില്ല, വിചാരണയില്ല. സ്തോത്രം. അപ്പൊ ഇനി ഒരു വിചാരണ കൂടാതെ തന്നെ കർത്താവ് വന്ന് തന്റെ പാപപരിഹാര വഴി വിശ്വസിച്ച് ആശ്രയിച്ചവരെ കൊണ്ട് കർത്താവ് ചെയ്യും. അപ്പോ അവരോട് ഒരുമിച്ചാണ് പിന്നെ ശിക്ഷാവിധിക്കാൻ വേണ്ടിയിട്ട് പല ഘട്ടത്തിലായിട്ട് കർത്താവ് വെളിപ്പെടാനായിട്ട് പോകുന്നത്. അപ്പൊ ശിക്ഷാവിധി ഉള്ളവരെ സംബന്ധിച്ചോ അവർക്ക് ഓൾറെഡി അവരുടെ ശിക്ഷ വിധിച്ച് കഴിഞ്ഞു. കാരണം ഓൾറെഡി ബൈബിളുണ്ട്, തിരുവചനത്തിൽ രേഖപ്പെടുത്തിയ ശിക്ഷ വിധിച്ചു കഴിഞ്ഞു. പിന്നെ ആ ശിക്ഷാവിധിയിൽ ഉൾപ്പെട്ടവർ ആരാണെന്നുള്ളത് അന്ന് പുസ്തകം തുറന്നു ചെയ്യും. അതിന്റെ പേരിൽ ഈ പുസ്തകത്തിൽ ഇല്ല. ഉണ്ടോന്നല്ല നോക്കുന്നത്, എന്റെ ഉണ്ടല്ലോ. അപ്പൊ ഉള്ളവരുടെ അത് നോക്കേണ്ട ആവശ്യമില്ല, ഇല്ലാത്തവരുടെ ആണ് ഇല്ല. ഓക്കെ. എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ച് ന്യായവിധി ഉണ്ട്. അതാണ് നമ്മൾ 2 Corinthians 5:10 വായിക്കും. ഓരോരുത്തർ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകലും തീയതാകലും തക്കവണ്ണം പ്രാപിക്കേണ്ടത് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെക്കേണ്ടി വരും. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ പറയുന്നത്, അല്ല 20-ാം അധ്യായത്തിൽ പറയുന്നത് വെള്ളസിംഹാസനം, വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ് ആണ്. വെള്ളസിംഹാസന ന്യായവിധി. എന്നാൽ അത് ഒടുവിൽ അന്ത്യത്തിൽ നടക്കുന്നതാണ്. ഇത് കർത്താവും വിശുദ്ധന്മാരെ ചേർത്തതിന് ശേഷം പ്രതിഫലങ്ങൾ വിധിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ പോർഷൻ ഒരു ചെറിയൊരു ഹെഡിങ് കൊടുക്കാം, ഒരു ഉപശേഷം. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ന്യായവിസ്താരത്തിൽ നിന്ന് സ്വാതന്ത്ര്യം. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ന്യായവിസ്താരത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. ന്യായവിസ്താരത്തിൽ നിന്ന് സ്വാതന്ത്ര്യം. ഓക്കെ. 3-ാം വാക്യം പറയുന്നത് ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജടത്തിന്റെ സാദൃശ്യത്തിന് പാപം നിമിത്തം ലോകത്തിൽ അയച്ച് പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അപ്പൊ എവിടെ അത് നമ്മൾ കണ്ടു, 7-ാം അധ്യായത്തിൽ കണ്ടു. ന്യായപ്രമാണം നല്ലതാണ്, പിന്നെ എവിടെ പ്രശ്നം? ജഡം പറയുന്നത് 7-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. സോറി 14-ാം വാക്യം. 14. ന്യായപ്രമാണം ആത്മീയം എന്ന് നാം അറിയുമല്ലോ. ഞാനോ ജഡമയ പാപത്തിന് ദാസ്യപ്പെട്ടവൻ. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല, ഞാൻ ഇച്ഛിക്കുന്നതിനെ എല്ലാ വായിക്കുന്നതിനെ ചെയ്യുന്നു. ന്യായപ്രമാണം ആത്മീയമാണ്, പക്ഷെ ഞാൻ ജഡമയ. അപ്പൊ എവിടെ പ്രശ്നം? നുണ പറയരുത്, മോഹിക്കരുത് എന്ന ന്യായപ്രമാണം എനിക്കറിയാം. ന്യായപ്രമാണം നല്ലതാണ്, നുണ പറയാതിരിക്കുന്നതും മോഹിക്കാതിരിക്കുന്നതും നല്ലതാണ്. പക്ഷെ എനിക്ക് സാധിക്കുന്നില്ല. ഉള്ളത്തിൽ എനിക്ക് ആഗ്രഹമുണ്ട്, ഉള്ളുകൊണ്ട് എനിക്ക് താല്പര്യമുണ്ട്. പക്ഷെ അതിനെ തെറ്റിക്കുന്ന ആരാണ്? ജഡം. ജഡം ആഗ്രഹിക്കാൻ മോഹിക്കുകയാണ്. ജഡം മോഹിക്കുന്നു, ജഡം നുണ പറയാനായിട്ട് എന്ത് ചെയ്യുന്നു? പ്രേരിപ്പിക്കുന്നു. അപ്പൊ ഈ ജഡമാണ് പ്രശ്നം. ന്യായപ്രമാണം നല്ലതാണ്, അതാണ് 3-ാം വാക്യം 8:3. ജഡത്താലുള്ള ബലഹീനത നിമിത്തം
ന്യായപ്രമാണത്തിന് കഴിയാത്തതിന്. ന്യായപ്രമാണത്തിന് കുഴപ്പമില്ല, പിന്നെ ജഡമാണ് പ്രശ്നം. അപ്പൊ ദൈവം എന്ത് ചെയ്തു? ആ പ്രശ്നത്തിന് കൈകാര്യം വരും. ജഡത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ന്യായപ്രമാണത്തിന് കഴിയാത്തതിന് ദൈവം തന്നെ പാപജടത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തം ലോകത്തിൽ അയച്ച് പാപത്തിന് ജഡത്തിൽ എന്ത് ചെയ്തു? ശിക്ഷ കൊടുത്തു. നമ്മൾ ജഡത്തിൽ ചെയ്ത പാപത്തിനും പാപത്തിന് ശിക്ഷയും ആരുടെ മേൽ ചുമത്തി? ക്രിസ്തുവിന്റെ മേൽ ചുമത്തി. പക്ഷെ ക്രിസ്തുവിന്റെ ശരീരം എങ്ങനെയുള്ളതായിരുന്നു? പാപരഹിതമായിരുന്നു. പക്ഷെ കാണുമ്പോ എങ്ങനെയാണ്? അവിടുത്തെ വാക്ക് ഉപയോഗിച്ച് പാപജടത്തിന്റെ സാദൃശ്യത്തിലാണ്. പാപജടത്തിന്റെ സാദൃശ്യത്തിലാണ്, പക്ഷെ പാപരഹിതമാണ്. അത് അഭിപ്രായം വായിക്കുന്നുണ്ടോ? അവൻ പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനാണ്. പാപ വിഷയത്തിൽ പരീക്ഷിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം അത് സാധാരണ അറിയാം, അത് വിശാചനം അറിയാം. അവൻ എന്ത് ചെയ്യാൻ കഴിയില്ല? പാപം ചെയ്യാൻ കഴിയില്ല. രണ്ട് പ്രസ്താവനകൾ. ഒന്ന്, ജീസസ് ഈസ് ഏബിൾ നോട്ട് ടു സിൻ. ജീസസ് ഈസ് ഏബിൾ നോട്ട് ടു സിൻ. ജീസസ് ഈസ് നോട്ട് ഏബിൾ ടു സിൻ. ഇംഗ്ലീഷ് അറിയാവുന്നവർ ആദ്യം പറഞ്ഞു, അത് മലയാളത്തിൽ പറഞ്ഞു. ജീസസ് ഈസ് നോട്ട് ഏബിൾ ടു സിൻ. ഓക്കെ, ജീസസ് ഈസ് ഏബിൾ നോട്ട് ടു സിൻ. ഏതായാലും ശരി. ഒന്നാമത്തേത്, ജീസസ് ഈസ് നോട്ട് ഏബിൾ ടു സിൻ. യേശുവിന് പാപം ചെയ്യാൻ കഴിയില്ല. രണ്ടാമത്തേത്, ജീസസ് ഈസ് ഏബിൾ നോട്ട് ടു സിൻ. യേശുവിന് പാപം ചെയ്യാതിരിക്കാൻ കഴിയും. ഒന്നാണോ ശരി, രണ്ടാണോ തിരഞ്ഞെടുത്തത്? അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ക്രൈസ്തവ മാർഗത്തിലുണ്ട്, ക്രൈസ്തവ ബോധത്തിലുണ്ട്. ചില ആളുകൾ അങ്ങനെ ചില ദുരുപദേശം പഠിപ്പിക്കുന്ന ചില ആളുകളുണ്ട്. ഒന്നാമത്തേതാണ് ശരി. പറയുമ്പോൾ നമുക്ക് രണ്ടാമത്തെ ചെയ്യാൻ ഏത്? ജീസസ് ഈസ് ഏബിൾ നോട്ട് ടു സിൻ. യേശുവിന് പാപം ചെയ്യാതിരിക്കാൻ കഴിയും. അതല്ലേ നമുക്ക് കഴിയുമെന്ന് പറയുന്ന ആണല്ലോ കുറച്ചുകൂടി നന്നായിട്ട് തോന്നുന്നത്. യേശുവിന് പാപം ചെയ്യാൻ കഴിയില്ല എന്നതാണ്. അപ്പൊ അറിയുന്നതാണ് ശരി. ദൈവത്തിന് പാപം ചെയ്യാൻ കഴിയില്ല. ക്രിസ്തു എടുത്ത ശരീരം അവിടെയാണ്. സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെയുള്ള ശരീരമല്ല, പാപരഹിതമായ പാപജടത്തിന്റെ സാദൃശ്യമാണ്. പാപജടത്തിന്റെ സാദൃശ്യത്തിലുള്ള പാപരഹിതമായ ശരീരമാണ്. ഇതിലല്ലേ പാപത്തിന് പരിഹാരം നൽകാനായിട്ട് കഴിയുള്ളൂ. അപ്പോ അങ്ങനെ നമ്മുടെ കൂട്ടത്തിലുള്ള പല ആളുകൾക്കും അതിന് കൺഫ്യൂഷൻ ഉണ്ട്. പല ആളുകൾ അതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത് ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട്. പാപരഹിത ശരീരത്തിൽ നമ്മുടെ നമ്മുടെ പാപത്തിന്റെ ശിക്ഷയാണ് മരണവും താൻ വഹിച്ചുകൊണ്ട് നമ്മുടെ പാപപൂർണമായ നമ്മുടെ ശരീരത്തിൽ ജീവിച്ചുകൊണ്ട് തന്നെ നമുക്ക് അതിനെ അതിജീവിക്കാൻ കഴിയുന്ന ഒരു സ്വാതന്ത്ര്യം ക്രിസ്തു വരുത്തിയിരിക്കുന്നു. അത് രണ്ടാം വാക്യം. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്കും പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശു മുഖാന്തരം സ്വാതന്ത്ര്യം വരുത്തി. അപ്പൊ ഒരു എന്റെ മേലുള്ള അയ്യോ ഞാൻ അനിഷ്ട മനുഷ്യൻ എന്ന് തലയെ കൈവച്ച് നിലവിളിച്ചു കൊണ്ടിരുന്ന ഈ പാപം എന്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാനും വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കാനും കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് എന്നെ കൊണ്ടെത്തിക്കുന്നല്ലോ. ഒടുവിൽ ഞാൻ ശാരീരികവും ആത്മീയവുമായ മരണത്തിലേക്ക് ഞാൻ പോകുന്നല്ലോ എന്ന് കരയുന്ന മനുഷ്യനെ യേശു തന്റെ ക്രൂശ് മരണത്തിലൂടെ എന്ത് ചെയ്യുന്നു? സമ്പൂർണ്ണമായി മോചിപ്പിക്കുന്ന സ്വാതന്ത്ര്യം വരുന്നു. സ്വാതന്ത്ര്യം ന്യായപ്രമാണം കഴിയാത്ത കാര്യം ആരും സാധിച്ചു? യേശു സാധിച്ചു. ഒരു വാക്യം ഓർമ്മ വരുന്നു. 13:39. മോശയുടെ ന്യായപ്രമാണത്താൽ നിങ്ങൾക്ക് നീതീകരണം വരുവാൻ കഴിയാത്ത സകലത്തിൽ വിശ്വസിക്കുന്ന ഏവനും അവിടെ പ്രസ്താവന ശ്രദ്ധിച്ചു. മോശയുടെ ന്യായപ്രമാണത്താൽ നിങ്ങൾക്ക് നീതീകരണം വരുവാൻ കഴിയാത്ത സകലത്തിൽ നിന്നും വിശ്വസിക്കുന്ന ഏവനും ഇവനാൽ നീതീകരിക്കപ്പെടുന്നു. അപ്പൊ മോശയുടെ ന്യായപ്രമാണത്താൽ നീതീകരണം വരുവാൻ കഴിയാത്തെന്ന് പറഞ്ഞാൽ മോശയുടെ ന്യായപ്രമാണത്തിൽ നീതീകരിക്കാനായിട്ട് സാധിക്കില്ല. അത് പറയുന്നുണ്ടല്ലോ എബ്രായർ 10:4. ആട്ടുകൊറ്റന്മാരുടെയും കാളകിടാവിന്റെ രക്തത്തിന് മനുഷ്യ പാപങ്ങളെ പരിഹരിക്കാൻ ഒരു നാളും
കഴിയുന്നതല്ല, കഴിയില്ല. ആണിന്റെയും കാളിയുടെ രക്തത്താൽ എങ്ങനെയാണ് മനുഷ്യന്റെ പാപത്തെ പരിഹരിക്കാൻ കഴിയുക? ഒരിക്കലും കഴിയില്ല. അപ്പൊ ഇവനാൽ സകലത്തിലും എന്നുണ്ട്. വിശ്വസിക്കുന്നവർക്ക് ഇവനാൽ, വിശ്വസിക്കുന്ന ഏവനും ഇവനാൽ സകല കാര്യങ്ങളിൽ നിന്നും എന്ത് ലഭിക്കുന്നു? നീതീകരണം ലഭിക്കും, ആത്മീക സ്വാതന്ത്ര്യം ലഭിക്കും. അടുത്ത ദോഷം 3 വാക്യങ്ങളിൽ ന്യായവിസ്താരത്തിൽ നിന്ന് സ്വാതന്ത്ര്യം. ന്യായവിസ്താരത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ഒരു വാക്കുകൾ ചേർക്കുന്നുണ്ട്. അതായത് യേശു ക്രിസ്തു ഒരാൾ വിശ്വസിക്കുമ്പോൾ ആ 2-ാം വാക്യത്തിന് ആദ്യം പറയുന്നത് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. പാപം നമ്മിൽ മരണം കൊണ്ടുവന്നു. എന്നാൽ ഒരാൾ രക്ഷിക്കപ്പെടുന്നത് എന്തിനാലാണ്? പരിശുദ്ധാത്മാവിനാണ്, അല്ലെ? കഥാ പറഞ്ഞല്ലോ നിക്കോദീമോസിനോട്, എന്താണ്? വെള്ളത്തിനാലും ആത്മാവിനാലും ജനിക്കും. വെള്ളം എന്ന് പറയുന്നത് കഥാന്റെ വചനവും, ആത്മാവ് പരിശുദ്ധാത്മാവിനാണ്. 1 യോഹന്നാന്റെ സുവിശേഷം 1:13-12 നമുക്കറിയാം. അവനെ കൈകൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ ജനിച്ചിരിക്കുന്നത് ജഡത്തിൽ നിന്നല്ല, രക്തത്തിൽ നിന്നല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചിരിക്കുന്നത്. അപ്പൊ അതാണ് കർത്താവ് യോഹന്നാൻ 3 പറഞ്ഞത്, ആത്മാവിലുള്ള ജനനം, പരിശുദ്ധാത്മാവിനാലുള്ള ജനനം. അപ്പൊ ആ ആത്മാവ് വന്നപ്പോൾ ആത്മീകമായി മരിച്ചിരുന്ന നമ്മുടെ ആത്മാവിൽ എന്ത് വന്നു? ജീവൻ വന്നു. അതാണ് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. പാപം നമ്മിൽ എന്ത് കൊണ്ടുവന്നു? മരണം കൊണ്ടുവന്നു. നമ്മൾ ആത്മീയമായി മരിച്ചതായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിനാൽ വീണ്ടും നമ്മെ ജീവിപ്പിച്ചു. അപ്പോൾ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം നമ്മിൽ വ്യാപരിച്ചിരുന്ന പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നമുക്ക് എന്ത് നൽകി? സ്വാതന്ത്ര്യം നൽകി. ആത്മീയമായ ജീവൻ നമുക്ക് നൽകി. എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വ്യാപരിക്കുന്ന പാപത്തെ നിയന്ത്രിക്കാൻ, അതിന്മേൽ വിജയം പ്രാപിക്കാൻ കഴിയുന്ന ഒരു സ്വാതന്ത്ര്യം നമുക്ക് ആ അടിമത്തത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം നൽകി കർത്താവ്. ഈ അവയവങ്ങളെ നമ്മൾ 7-ാം അധ്യായത്തിലുണ്ട്. എന്റെ അവയവം എന്നിൽ എന്ന് വെച്ചാൽ എന്നിൽ നന്മ വസിക്കുന്നില്ല, എന്റെ അവയവങ്ങളിൽ പോരാടുന്ന പാപപ്രമാണം എന്ന് പറയുന്ന ആ അവയവങ്ങളിൽ പോരാടുന്ന പാപപ്രമാണത്തിൽ നമ്മെ വിടുവിച്ചിട്ട് നമ്മുടെ അവയവങ്ങളെ നമ്മുടെ ഉള്ളിൽ എന്താക്കി? ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ ആക്കി. പരിശുദ്ധാത്മാവാണ് നമ്മെ എന്ത് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിനെയും കാതിനെയും നമ്മുടെ കയ്യെയും കാലിനെയും ഒക്കെ ചെയ്യുമ്പോൾ നിയന്ത്രിക്കുന്ന ഒരു സ്വാതന്ത്ര്യം നമുക്ക് വരുത്തിയിരിക്കും. അപ്പോ ന്യായവിസ്താരത്തിൽ നിന്നും പാപത്തിൽ നിന്നും സ്വാതന്ത്ര്യം വരും. എന്നാൽ അതിന് 4 മുതലുള്ള വാക്യങ്ങളിൽ, 4 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ പരാജയത്തിൽ നിന്ന് സ്വാതന്ത്ര്യം, പരാജയത്തിൽ നിന്ന് സ്വാതന്ത്ര്യം. 4-ാം വാക്യം, പരാജയത്തിൽ നിന്ന് സ്വാതന്ത്ര്യം. ഓക്കെ, 4-ാം വാക്യം. ജഡത്തെ അല്ല ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിയാകേണ്ടത് തന്നെ. അപ്പൊ ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവത്തിന്റെ പുത്രനെ പാപജലത്തിന്റെ സാദൃശ്യത്തിൽ അയച്ച് പാപത്തിന്റെ ജലത്തിൽ എന്ത് ചെയ്തു? ശിക്ഷ വിധിച്ചു. അപ്പൊ ഇത് ആ ന്യായപ്രമാണം മുന്നോട്ട് വയ്ക്കുന്ന നീതി നടപ്പിലാവണ്ടേ, പ്രാവർത്തികമാകണ്ടേ? അതെങ്ങനെ? അത് എന്തുകൊണ്ട് പ്രാവർത്തികമാക്കാൻ പറ്റിയില്ല? ജഡത്തിന്റെ കുഴപ്പമുണ്ട്. അതിൽ 7-ാം അധ്യായം പറയുന്നത് ജഡത്തിന്റെ കുഴപ്പം കൊണ്ടാണ് പറ്റാതെ വന്നത്. അപ്പൊ ഇവിടെ ദൈവം ഒരു പുതിയ പ്രമാണം കൊണ്ടുപോകും. അതെന്താണ്? നീ ആയിട്ട് ഒന്നും ചെയ്യണ്ട, എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു, നീ അത് വിശ്വസിച്ചാൽ മതി. ഞാൻ കൃപ മുന്നോട്ട് വെച്ചു, നീ അത് ചെയ്യണം, സ്വീകരിക്കണം, അംഗീകരിക്കണം, വിശ്വസിക്കണം, അതിൽ ആശ്രയിക്കണം. അങ്ങനെ ആശ്രയിക്കുമ്പോൾ ഞാൻ എന്ത് നൽകാം നിനക്ക്? പരിശുദ്ധാത്മാവിനെ നൽകാം. അപ്പൊ ആ പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ച് ജീവിക്കുക. എന്തിനെ ആശ്രയിക്കേണ്ട? ജഡത്തിൽ ആശ്രയിക്കണം. ന്യായപ്രമാണത്തിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മുഴുവൻ ആശ്രയം എന്തിലാ? ജഡത്തിൽ നിന്ന് അവൻ ചെയ്യണ്ടേ. അതുകൊണ്ടാണ് നമ്മൾ ഗലാത്യലേഖനം വായിക്കാൻ പലപ്പോഴും ഉദ്ധരിച്ചിട്ടുണ്ട് 3-ാം അധ്യായത്തിൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയെ ആശ്രയിക്കുന്ന ഏവനും ശാപത്തിന് കീഴിലാവുന്നു. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി സ്വയമായിട്ട് പ്രവർത്തിക്കുക. അപ്പൊ ഇവിടെ പറയുന്നത് ജഡത്തെ അല്ല ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടത്. ന്യായപ്രമാണം പറയുന്ന ഈ ആചാരാനുഷ്ഠാനങ്ങളുണ്ട്. 5 വിധയാഗം, 7 വിധ പെരുന്നാളുകൾ, നോമ്പ്, ശബത്ത്, അങ്ങനെ 300 ആചാരാനുഷ്ഠാനങ്ങളുണ്ട്. ഇതെല്ലാം എന്തിനാ കൊടുത്ത്? എന്താണ് അതിന്റെ ഉദ്ദേശം?
ഉദ്ദേശം അത് അവരോട് ചോദിക്കും. ഞങ്ങളോട് ചോദിച്ചിട്ട് ഞങ്ങളെ കൊടുക്കാൻ വേണ്ടി ഉണ്ടാകാൻ ദൈവമയം ഉണ്ടാകാൻ ദൈവപ്രസാദം കിട്ടാൻ അവര് അത് ഈ പറഞ്ഞ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും കൃത്യമായി വർത്തിച്ചിട്ടും ദൈവം അവരെ പ്രസാദിക്കാതെ ഇല്ലേ ഇല്ലേ? പ്രവാചക പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന നിങ്ങളെ യാതൊക്കെ നിർത്ത്, ദേവാലയം അടച്ചു കൂട്ട്, എനിക്കിതൊന്നും വേണ്ട. ഈ നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ മേധസ്സുള്ള ആളിനെയും കാളെയും ആദർപ്പിക്കാൻ നിങ്ങളത് കൊണ്ടൊന്ന് അർപ്പിക്കുന്നത്, പക്ഷെ എനിക്ക് വേണ്ട. എന്താ പറഞ്ഞു? എന്താ പ്രസാദം കിട്ടാൻ? അതായത് ഇതിന്റെ ആത്യന്തികമായ ഉദ്ദേശം എന്ന് പറയുന്നത് മനുഷ്യൻ എന്ത് ചെയ്യണം? നന്നാകണം. മനുഷ്യന് ദൈവത്തിന് പ്രസാദം ഉണ്ടാകുന്ന എപ്പോഴും നമ്മള് വന്ന് 1000 രൂപ സ്തോത്ര കാഴ്ച നമ്മൾ അല്ലെങ്കിൽ സ്തോത്രമൊക്കെ വലിയ ശബ്ദത്തിൽ നമ്മൾ പറഞ്ഞു, എല്ലാ ആഴ്ചയും സ്തോത്രം ചെയ്യുന്നു, പാട്ടൊക്കെ നല്ല ഉത്സാഹമായിട്ട് പാടുന്നു, എല്ലാം ചെയ്യുന്നു. സ്വഭാവം നല്ലതെങ്കിലും വചനം പറയുന്ന ദൈവാനുരൂപമായ ഒരു ജീവിതം അല്ലെങ്കിലും ഇപ്പൊ ദൈവം ഉദ്ദേശിച്ച ന്യായപ്രമാണത്തിൽ ഉദ്ദേശിച്ചത് തന്നെയാണ്. ന്യായപ്രമാണത്തിൽ ഉദ്ദേശിച്ചത് അത് തന്നെയാണ് ദൈവം ഉദ്ദേശിച്ചത്. അതിന്റെ ആത്യന്തികമായ ഉദ്ദേശം എന്താ? പക്ഷെ നടന്നില്ല. വായിച്ചത് നമുക്ക് അറിയാവുന്ന വായിക്കാം, പരിചിതമായ വാക്യം എടുക്കണമെന്നില്ല. 5:22 ഗലാത്യർ 5:22-23 എന്താ? ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. അടുത്ത വാക്കാണ് ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവും ഇല്ല. അപ്പൊ ഒരാളുടെ ജീവിതത്തിൽ ആ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ മനസ്സിലാക്കും? ഈ വകയ്ക്ക് വിരോധമായ ഒരു ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരും കൂടെ പറഞ്ഞ എല്ലാം വേണം. ഈ റോമലേഖനം എഴുതിയ അതേ ഉദ്ദേശമാണ് ഗലാത്യലേഖനം എഴുതിയത്. ഇപ്പൊ പറഞ്ഞു വരുന്ന വിഷയമാണ് ഒരാളുടെ ജീവിതത്തിൽ ഈ പറയുന്ന എല്ലാ സ്വഭാവങ്ങളും ഉണ്ട്. സ്നേഹ, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, പരോപകാരം, സൗമ്യത, ഇന്ദ്രിയജയം, ഇതെല്ലാം ഉണ്ട്. ഓക്കെ, ആ വ്യക്തിക്ക് എതിരെ ന്യായപ്രമാണം എന്താ ചെയ്തത്? 7-ാം അധ്യായപ്രകാരം വിധിക്കുന്നു, എന്നിലുള്ള പാപത്തെ ചെയ്യുന്നു, പുറത്തു കൊണ്ടുവന്നതിനെ കുറ്റപ്പെടുത്തുന്നു. അപ്പൊ എന്നിൽ ഇതെല്ലാം ഉണ്ട്. അപ്പൊ ന്യായപ്രമാണം എനിക്കെതിരെയാണോ? എനിക്കെതിരാണോ? എനിക്ക് വിരോധമാണോ ന്യായപ്രമാണം? ഇല്ല, എനിക്ക് ന്യായപ്രമാണം അനുകൂലമാണ്. കാരണം എന്നിൽ എന്താണോ ന്യായപ്രമാണം ഉദ്ദേശിക്കുന്നത്, ന്യായപ്രമാണം ഡിമാൻഡ് ചെയ്യുന്ന ആ നീതി എന്നിൽ ഉണ്ട്. റോമാലേഖനം 8:4 ജഡത്തെ അല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി. അപ്പൊ ഒരാൾ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച്, അതാണല്ലോ ഈ ഗലാത്യലേഖനം 5:16 മുതൽ എന്താ? നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടപ്പിൽ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കില്ല. ഈ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുക എന്തിന്? ഈ ന്യായപ്രമാണം പറഞ്ഞിട്ടുള്ള എല്ലാ നീതിയും നിവർത്തിയാണ്. ന്യായപ്രമാണത്തിന്റെ ഉദ്ദേശത്തെ പൂർത്തീകരിക്കാം. ന്യായപ്രമാണം പ്രവർത്തിക്കണ്ട, ന്യായപ്രമാണത്തിന് ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യണ്ട, അതിനാൽ നീതി ലഭിക്കില്ല. പക്ഷെ ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിൽ വിശ്വസിച്ച് ആശ്രയിക്കുന്നവർക്ക് ദൈവം ദാനമായിട്ട് പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നു. ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ ആ വ്യക്തി ഈ ന്യായപ്രമാണം ഡിമാൻഡ് ചെയ്യുന്ന എല്ലാ നീതിയും എന്ത് ചെയ്യുന്നു? നിവർത്തി ആകും. ഓൾറെഡി ആ ഡിമാൻഡ് എല്ലാം കർത്താവ് ചെയ്തു, പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം അത് പ്രായോഗികമായി ആ വ്യക്തി, വിശ്വസിക്കുന്ന വ്യക്തിയിൽ അത് ചെയ്യുന്നു, പരിശുദ്ധാത്മാവിനാൽ പൂർത്തീകരിക്കുന്നു. അപ്പൊ ആ ന്യായപ്രമാണത്തിന് ആ വ്യക്തി എന്ത് ചെയ്യാൻ കഴിയില്ല? വിധിക്കാൻ കഴിയില്ല. ന്യായപ്രമാണത്തിന് ആ വ്യക്തിക്ക് വിരോധമായി പെരുമാറാൻ അല്ലെങ്കിൽ ഇടപെടാനായിട്ട് സാധിക്കില്ല. അതാണ് അവിടെ ഗലാത്യലേഖനം പറയുന്നത്, ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവും. അപ്പൊ ന്യായപ്രമാണവാദികളുടെ കുഴപ്പം കൊണ്ടാണ് ഇതെല്ലാം എഴുതുന്നത് കേട്ടോ. ന്യായപ്രമാണവാദികൾ എന്ന് പറയുന്നത് എന്താ? ന്യായപ്രമാണം ആചരിക്കണം, ഇതാചരിക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, വേണ്ട. ന്യായപ്രമാണം ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ക്രിസ്തുവിലൂടെ എന്ത് ചെയ്തു? നിവർത്തിക്കപ്പെട്ടു. ക്രിസ്തു വിശ്വസിക്കുന്നവർക്ക് നീതീകരണം ലഭിച്ചു. ക്രിസ്തു വിശ്വസിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിന്റെ ജീവന്റെ ആത്മാവ് ലഭിച്ചതിനാൽ അവര് ആത്മാവ് പ്രവർത്തിച്ച് ന്യായപ്രമാണത്തിന്റെ എല്ലാ നീതിയും ഡിമാൻഡ്സും അത് അവര് പൂർത്തീകരിക്കുന്നു, ആത്മാവിലൂടെ പൂർത്തീകരിക്കും.
അപ്പൊ ഈ ഭാഗത്ത് നമുക്ക് കൊടുത്ത പേരാണ് പരാജയത്തിൽ നിന്ന് സ്വാതന്ത്ര്യം. അപ്പൊ ജഡത്തിന്റെ കുഴപ്പം കൊണ്ടാണ് പരാജയം വന്നെങ്കിൽ ആ പരാജയത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് വരിക. എങ്ങനെ? ഈ ജഡത്തിൽ എന്ത് വസിച്ചുകൊണ്ട്? പരിശുദ്ധാത്മാവ് വസിച്ച് ഈ ജഡത്തിന്റെ എല്ലാ കുഴപ്പങ്ങളെ അതിജീവിക്കാൻ അത് സഹായിക്കും. ഓക്കെ, ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിലുള്ളതും ചിന്തിക്കുന്നു. അപ്പൊ ജഡസ്വഭാവമുള്ളവർ ആരാ? ജഡസ്വഭാവമുള്ളവർ ജഡീകർ. ആത്മസ്വഭാവമുള്ളവര് ആത്മീയ. പറഞ്ഞത് കറക്റ്റ്. എന്താ പറയുക, നമ്മൾ സാധാരണ പ്രസംഗിക്കുമ്പോൾ ഒരു ഭാഗങ്ങൾ എടുക്കുമ്പോൾ നമ്മുടെ ആ പ്രസംഗത്തോട് ചേർന്ന് നമ്മൾ അതിനെന്ത് ചെയ്യുന്നു? ഈ വാക്യത്തെ ഉൾക്കൊള്ളിക്കുന്നു. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആരാ? ജഡീകരും ആത്മീയരും. പക്ഷെ ഇവിടെ പറഞ്ഞു വരുന്ന സബ്ജക്റ്റിൽ അതല്ല. ഇവിടെ പറഞ്ഞു വരുന്ന വിഷയത്തിൽ ആരാ? ജഡസ്വഭാവമുള്ളവരെന്ന് പറയുന്നത് ജഡത്തിൽ ആശ്രയിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുന്നവർ. ന്യായപ്രമാണത്തിലും അതുപോലെ ഏത് മതാചാരങ്ങളിലും ആശ്രയിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ജഡസ്വഭാവമുള്ളവർ. ആ ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. അടുത്ത വാക്യം. ഇവിടെ ജഡം ആത്മാവ് ഒന്നുകൂടെ 2-3 വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാം. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയിൽ ജീവനും സമാധാനം തന്നെ. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുവാൻ കഴിയുന്നതല്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയില്ല. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മസ്വഭാവമുള്ളവരത്രേ. അവ എന്താ? നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ നിങ്ങൾ ആരല്ല? ജഡസ്വഭാവമുള്ളവരല്ല, പിന്നെ ആത്മസ്വഭാവമുള്ളവരാണ്. എന്തായാലും അല്ല, ഇന്നത് ചെയ്യണമെന്നല്ല പറഞ്ഞു. നിങ്ങളുടെ ഇപ്പോഴത്തെ സ്റ്റേറ്റ് എന്താണോ, അവസ്ഥ എന്താണോ? അതായത് നമ്മുടെ നേരത്തെ രക്ഷിക്കപ്പെടുന്നവരെ ആ വ്യക്തി ജഡസ്വഭാവം എന്ന് പറഞ്ഞാൽ ആകെ എന്തുള്ളൂ? ജഡം മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ, ജഡസ്വഭാവം. എന്നാൽ രക്ഷിക്കപ്പെട്ടപ്പോൾ ആര് വന്നു? പരിശുദ്ധാത്മാവ് വന്നു. സ്റ്റാറ്റസ് മാറി, സ്വഭാവം മാറി, ആള് മാറി. ഇത് മനസ്സിലാക്കാൻ കർത്താവ് പറഞ്ഞത് നിക്കോദിമോസ് നിക്കോദിമോസിനോട് പറഞ്ഞു, വെള്ളത്തിനാലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ ആർക്കും കഴിയില്ല. പുള്ളിക്ക് മനസ്സിലായില്ല. വീണ്ടും ജനിക്കണം, അമ്മയുടെ ഉദരത്തിൽ കിടന്ന് വീണ്ടും മനുഷ്യവൃദ്ധനായ ശേഷം അമ്മയുടെ ഉദരത്തിൽ കിടന്ന് വീണ്ടും ജനിക്കുന്ന എങ്ങനെ? വെള്ളത്തിനാലും ആത്മാവിനാലും ജനിക്കണം. എന്നിട്ട് അടുത്തത് ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. ജഡത്താൽ 100 പ്രാവശ്യം അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിച്ചാൽ ശരിയാവും. അപ്പോഴും എന്താ? ജഡീകൻ അല്ലെങ്കിൽ ഈ ജഡം എന്ന് പറയുന്ന ജഡസ്വഭാവമുള്ള, ഒന്നുകൂടെ പറഞ്ഞാൽ നമ്മൾ 6ാം അധ്യായത്തിൽ ചിന്തിച്ചതുപോലെ ആദമിക സ്വഭാവമുള്ള മനുഷ്യൻ അതങ്ങനെ നിൽക്കുക. അപ്പൊ ആ സ്വഭാവത്തിൽ ഒരു മാറ്റവും വരുന്നില്ല. അവിടെയാണ് വീണ്ടും ജനിച്ചു പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഒരാൾ ആരല്ല? ജഡസ്വഭാവമുള്ള ഒരാളല്ല. ആ ഒരു സ്റ്റാറ്റസിനെ അത് പറയുന്നത്. ആ ആളാണ് ദൈവത്തിന്റെ മകനാണ്. ആ ദൈവാത്മാവിനാൽ വീണ്ടും ജനിപ്പിക്കപ്പെട്ട് ദൈവാത്മാവ് വസിക്കുന്ന ഒരു ആളാണ്. അത് പ്രായോഗികമാക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളതല്ല അവിടുത്തെ വിഷയം. നിങ്ങൾ ആരാണ്? ജഡസ്വഭാവമുള്ളത്. അത് ഹിന്ദിയിൽ കറക്റ്റ് ആണ് ആ ട്രാൻസ്ലേഷൻ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ശാരീരിക് ദശാമേ നഹീ ആത്മിക് ദശാമേ. എന്താ ദശാമ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ. നേരത്തെ നിങ്ങൾ എന്താണ്? ജഡത്തിൽ മാത്രം അധിഷ്ഠിതമായി ജീവിക്കുന്നവരാണ്. ഇപ്പോഴോ ആത്മിക ദശാമ, ആത്മീയമായ സ്വഭാവത്തിലേക്ക് വന്നു. ജഡമുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നു? ആത്മാവിനെ 13-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്താ ചെയ്യുന്നത്.
നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ അപ്പൊ പരിശുദ്ധാത്മാവ് വസിക്കുക. അപ്പൊ എന്ത് ചെയ്യാം? പരിശുദ്ധാത്മാവിനെ ശരീരത്തിന്റെ ജഡത്തെ എന്ത് ചെയ്യാം? മരിപ്പിക്കുകയാണ്, കൊല്ലുകയാണ്. നമ്മളത് കണ്ടല്ലോ. 6-ാം അധ്യായത്തിൽ മരിച്ചു, 7-ാം അധ്യായത്തിൽ മരിച്ചു, 8-ാം അധ്യായത്തിലും കൊല്ലുകയാണ്, മരിപ്പിക്കുകയാണ്. ശരീരത്തിന്റെ പ്രവൃത്തികൾ എന്ത് ചെയ്യാം? ആത്മാവിനാൽ മരിപ്പിക്കുക. ആത്മാവ് പ്രവർത്തിക്കുന്ന ജീവിക്കുന്ന അനുഭവം. അപ്പോ ആത്മാവിനാൽ ജഡത്തിന്റെ വിജയം നൽകുന്ന അനുഗ്രഹീതമായ അവസ്ഥയിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതാണ് 8-ാമത്തെ വാക്യം പറയുന്നത്. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവിനെ കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയില്ല. അത് സ്വാഭാവികമായ ഒരു ജനനം പ്രാപിച്ച, ജഡത്തിൽ നിന്ന് ജനിച്ച ഒരു സ്വാഭാവിക മനുഷ്യന് ഒരിക്കലും ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയില്ല. പിന്നെ വീണ്ടും ജനിച്ച് ദൈവത്തിൽ നിന്ന് ജനനം പ്രാപിച്ച് ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവർക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? ദൈവത്തെ പ്രസാദിപ്പാനായിട്ട് കഴിയുള്ളൂ. മുന്നോട്ട് പോകാം. ഇവിടെ 9-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടെ ഒന്ന് പറയപ്പെടുന്നുണ്ട്. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവം ഉള്ളവനല്ല, ആത്മസ്വഭാവം ഉള്ളവനല്ല. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവൻ. ക്രിസ്തുവിന്റെ ആത്മാവ് എന്ന് പറയുന്നതാണ് ആ വാക്യത്തിന്റെ തുടക്കത്തിൽ പറയുന്നത്. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നവൻ. അപ്പൊ അത് ആരാ? അത് പരിശുദ്ധാത്മാവ്. അപ്പൊ പരിശുദ്ധാത്മാവ് വസിക്കുന്ന പരിശുദ്ധാത്മാവ് നൽകപ്പെട്ട സകലരും ആരാണ്? ദൈവമക്കളാണ്, അല്ലെങ്കിൽ ക്രിസ്തുവിനുള്ളവരാണ്, അല്ലെ? അപ്പൊ പരിശുദ്ധാത്മാവ് ഇല്ലാത്തവരും ക്രിസ്തുവിനുള്ളവരല്ല. അപ്പൊ ചില സ്റ്റേറ്റ്മെന്റുകൾ, പെന്തക്കോസ്തലന്മാരുടെ ചില സ്റ്റേറ്റ്മെന്റുകൾ തിരുവചനത്തിന് വിരുദ്ധമാണ്. നിങ്ങളത് സാധാരണ ചിലപ്പോൾ കേട്ടുകൊണ്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് അഭിഷേകം പ്രാപിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് എങ്ങനെ ലോകത്തിൽ പോകുന്നവർ. അപ്പൊ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരാൾ വീണ്ടും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെങ്കിൽ ആ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ആളല്ല, ദൈവമാനല്ല, ക്രിസ്തുവിനുള്ള അല്ല. ഈ വചന പ്രകാരം അങ്ങനെയാണെങ്കിൽ മനസ്സിലായോ? ക്രിസ്തുവിന്റെ ആത്മാവ് ഇല്ലാത്തവൻ അറിവുള്ളവൻ അല്ല. പരിശുദ്ധാത്മാവില്ലാത്ത ഒരാളും ആരല്ല? ക്രിസ്തുവിനുള്ള ആളല്ല. കാരണം പരിശുദ്ധാത്മാവിനാലാണ് ഒരു വ്യക്തിയെ രക്ഷിക്കപ്പെട്ട ഒരാളെ ചെയ്യുന്നത്, മുദ്ര ഇടുന്നത്. പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ ആർക്കും യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയാൻ കഴിയില്ലെന്നാണ് 1-12 വായിക്കുന്നത്. രക്ഷിക്കപ്പെടുന്നത് തന്നെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം കൊണ്ടാണെന്നാണ് കർത്താവ് തന്നെ പഠിപ്പിച്ചത് യോഹന്നാന്റെ സുവിശേഷത്തിൽ, അല്ലേ? അതെ, പരിശുദ്ധാത്മാവിന്റെ സ്വരം കേട്ട് അനുസരിക്കുന്നതാണ് രക്ഷ എന്ന് പറയുന്നത്. അപ്പൊ ആ പ്രസ്താവന എന്താണ്? അത് തെറ്റാണ്. പരിശുദ്ധാത്മാവിനെ കിട്ടുന്ന എപ്പോഴാണ് ഒരാൾക്ക്? അതായത് വാക്യം നമ്മൾ ആ വാക്യം പലപ്പോഴും ഉദ്ദേശിച്ച് പറഞ്ഞിട്ടുണ്ട്. രക്ഷിക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവിനെ കിട്ടുന്ന പറഞ്ഞല്ലോ. എവിടെ വാക്യം വേണ്ടേ? സിമ്പിൾ ആയിട്ടുള്ള വാക്യം, ധാരാളം വാക്യങ്ങളുണ്ട്, ധാരാളം സംഭവങ്ങളുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായത്തിലൊക്കെ ധാരാളം കാര്യങ്ങൾ കാണുന്നുണ്ട്. എഫെസ്യർ 1:13 ഒരു കാരണവശാലും മറക്കരുത്. വായിച്ചോ. അത് നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെ കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും കേട്ടിട്ട് അവരെ വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക്. കേട്ടോ, വ്യക്തമായി എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ കിട്ടുന്നത്. നിങ്ങളുടെ രക്ഷയെ കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും എന്നിട്ട് അവരെ വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് പറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ എന്തിരിക്കുന്നു? മുദ്രയിട്ടിരിക്കുന്നു, അല്ലെ? മുഴുവൻ വായിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ എന്തിരിക്കുന്നു? മുദ്രയിട്ടിരിക്കുന്നു. ആർക്കാരെ? രോഗസൗഖ്യം, എനിക്ക് രോഗസൗഖ്യം കിട്ടി എന്ന് പറയുന്നവരെയാണ് വിശ്വസിച്ച് കടബാധ്യമായി അല്ല, അവർക്കല്ല. പിന്നെ സുവിശേഷം എന്ന സത്യവചനം കേട്ട്. എന്താണ് സുവിശേഷം? ദാവീദിന്റെ സന്തതിയായി ജനിച്ചിട്ട് മരിച്ച അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തുവിനെ ഒപ്പുള്ള അതാണ് സുവിശേഷം. സുവിശേഷം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിൽ അടക്കം ചെയ്ത് ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന രക്ഷയാണ്. ആ രക്ഷയെ കുറിച്ച് യഥാർത്ഥം മനസ്സിലാക്കി അത് സ്വീകരിക്കുന്നവർ രക്ഷിക്കപ്പെട്ടവരാണ്. അവരെ ദൈവം അപ്പോൾ തന്നെ ചെയ്യുന്നു. പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടും. പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടും. എപ്പോഴെങ്കിലും പിന്നീട് പ്രാപിക്കേണ്ടതോ അല്ലെങ്കിൽ കിട്ടുന്നതല്ല. അങ്ങനെയാണെങ്കിൽ ആ വ്യക്തി രക്ഷിക്കപ്പെട്ട് ജ്ഞാനപ്പെട്ട ആളല്ല. പരിശുദ്ധാത്മ പ്രാപണത്തിന്റെ തെളിവ് അന്യഭാഷയാണ് എങ്കിൽ ഞാൻ സാധാരണ ഈ പെന്തക്കോസ്ത് സഹോദരന്മാരോട്
ഞാൻ പറയുന്ന സാധാരണ പറയുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ സഭയിൽ എത്ര പേരുണ്ട്? 50 പേര്, അല്ല 100 പേര് വിചാരിക്കുക. അപ്പൊ എത്ര പേര് അതിനെ കുറിച്ച് പറയുന്നുണ്ട്? കൂടി വന്ന 10, 20, 25, 30 പേരോ 100 പേരിലും പറയുന്നതാണ്. അവിടെ 50 പേര് പറയും. ബാക്കി 50 പേരോ? പരിശുദ്ധാത്മാവിന്റെ തെളിവ് അന്യഭാഷയാണെങ്കിൽ ബാക്കി 50 പേർക്ക് എന്തില്ല? പരിശുദ്ധാത്മാവില്ല. അങ്ങനെ വരുമ്പോൾ പരിശുദ്ധാത്മാവ് ഇല്ലാത്തവൻ ക്രിസ്തുവിനുള്ളവൻ അല്ലെന്ന് വരികയും അവർ നരകയോഗ്യരാണെന്നാണോ പറയുന്നത്? അവർ കർത്തനാശം എടുക്കുന്നുണ്ടല്ലോ, തിരുവത്താഴം എടുക്കുന്നുണ്ടല്ലോ. അവർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് തിരുവത്താഴം എടുക്കുന്ന ആള് നരകത്തിൽ പോകും ഇല്ല. അപ്പൊ ഇതൊന്നും അതിന്റെ തെളിവോ അല്ലെങ്കിൽ സ്വർഗത്തിൽ പോകുമെന്ന് പറയാനായിട്ടുള്ള വ്യവസ്ഥകളോ അല്ല. മറിച്ച് രക്ഷിക്കപ്പെട്ട ഒരാൾ ആത്മസ്വഭാവമുള്ള ആത്മീയമായ സ്പിരിച്വൽ വെലം, ആത്മീയമായ ഒരു നിലവാരത്തിലേക്ക് വരും. കേവലം ജഡത്തെ മാത്രം ആശ്രയിച്ച് ജീവിച്ചൊരാൾ ആത്മാവ് വ്യാപരിക്കുന്ന ദൈവികമായ സ്വഭാവമുള്ള ഒരു അവസ്ഥയിലേക്ക് വരിക. അപ്പൊ അത് പറ്റുന്നില്ലല്ലോ. പറ്റാത്തത് നാം ഈ ആത്മാവിനെ എന്ത് ചെയ്യുന്നില്ല? അനുസരിക്കാൻ വിധേയപ്പെടാൻ നമുക്ക് മനസ്സില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഇഷ്ടങ്ങളെയും ജഡത്തിന്റെ താല്പര്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്നു. കൂടുതൽ അതിന്റെ താല്പര്യങ്ങളെ കൊല്ലാനായിട്ട് നമുക്ക് അവിടെ പറഞ്ഞിട്ടുണ്ട്. ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും. 11. നാം ജഡത്തെ അനുസരിച്ച് നടക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരായിരിക്കുന്നത്, പിന്നെ ആത്മാവിനത്രേ. ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ ജീവിക്കും. 7ാമത്തെ വാക്യം നമ്മൾ കണ്ടു. അതായത് 7ാമത്തെ വാക്യത്തിൽ ചിന്ത ദൈവത്തോട് ശത്രുതമാകുന്നു. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടാൻ ഈ ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുതമാകുന്നു എന്ന് പറഞ്ഞാല് ജഡത്തിന്റെ ചിന്ത എന്താ? അതായത് ഈ ജഡത്തിൽ ആശ്രയിക്കുന്നത്, ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്ത ജീവനും സമാധാനം. ഈ സത്യത്തിൽ അവിടുത്തെ അത് പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാല് ജഡത്തെ വരുതിയിലാക്കി ദൈവത്തെ പ്രസാദിപ്പാനാകും കഴിയും. ജഡത്തിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ആശ്രയിക്കുന്നത് ദൈവത്തിന് എന്തല്ല ഇഷ്ടമല്ല. അതാണ് ദൈവത്തോട് ശത്രുത്വം ആകുന്ന പറയുന്നത്. ഈ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ദൈവത്തെക്കാൾ അധികം അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തിയിലോ വസ്തുവകളിലോ അല്ലെങ്കിൽ സമ്പത്തിലോ ജോലിയിലോ എന്തിലും ആശ്രയിക്കുന്നത് ദൈവത്തിനല്ല ഇഷ്ടമല്ല. അതെന്തുകൊണ്ടാണ്? ദൈവത്തിന്റെ പരമാധികാരത്തെയും സർവശക്തിയെയും നമ്മൾ എന്ത് ചെയ്യുന്നു? ചോദ്യം ചെയ്യാൻ വില വെച്ച് കാണുകയാണ്. ദൈവത്തിൽ ആശ്രയിക്കാതെ മറ്റുള്ളതിൽ ആശ്രയിക്കുന്നു. അതാണ് നമ്മൾ പറയുന്നത്. ജഡത്തിൽ ആശ്രയിക്കുന്നത് ദൈവത്തോട് എന്താണ്? ശത്രുത്വമാണ്. അപ്പൊ ആ ജഡത്തെ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പാനായിട്ട് കഴിയില്ല. അതിനൊരിക്കലും ദൈവത്തിന്റെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയില്ല. അപ്പൊ ദൈവം അതിനൊരു ഓൾട്ടർനേറ്റീവ് വെച്ചു, അല്ലെങ്കിൽ വിജയകരമായ സംവിധാനം ദൈവം കൊണ്ടുപോകുന്നു. അതാണ് പരിശുദ്ധാത്മാവ്. അത് ആർക്ക് കൊടുക്കുന്നു? യേശുക്രിസ്തുവിനെ ക്രൂശിക്കണത്തിൽ വിശ്വസിച്ച് ആഗ്രഹിക്കുന്നവർക്ക് ആ പരിശുദ്ധാത്മാവിനെ കൊടുത്ത് പരിശുദ്ധാത്മാവിനാൽ അവരെ എന്ത് ചെയ്യുന്നു? നടത്തുന്നു. എന്നിട്ട് പ്രധാനമാക്കി പറയാം, ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്ന ഏവരും ദൈവത്തിന്റെ മക്കളാവുന്നു. അവര് ദൈവത്തിന്റെ ആത്മാവിനാൽ ആണ് എന്ത് ചെയ്യുന്നത്? നടത്തപ്പെടും. അങ്ങനെ നടത്തപ്പെടുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെറുതായിട്ട് തോന്നും. ഇത് നമ്മൾ പാടിയതുപോലെ ഈ വചനം എനിക്ക് വേണമല്ലോ, വചനം കേട്ട് പഠിച്ചാലാണല്ലോ ഈ ലോകത്തെ വിജയകരമായിട്ട് ആത്മീയ ജീവിതം, ക്രിസ്ത്യ ജീവിതം നയിക്കാൻ എനിക്ക് കഴിയുള്ളൂ എന്നുള്ള ചിന്ത നമുക്ക് വരും. അപ്പൊ നമ്മൾ സമയം കണ്ടെത്തി വചനം പഠിക്കാനായിട്ട് വരും. നമ്മൾ സമയം കണ്ടെത്തി പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും ആത്മീയ ശുശ്രൂഷകൾക്കും സൂചയുടെ പ്രവർത്തനങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് മുന്നിട്ട് നിൽക്കാനായിട്ട് സാധിക്കുന്ന ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമ്മളിൽ നടക്കുമ്പോഴും ആണ്. അത് പിതാവിന് നടക്കണമെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? മരിക്കണം. ക്രിസ്തുവിന്റെ ഇഷ്ടത്തോട് നമ്മെ